വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ജനറൽ പേപ്പറിൻ്റെ MCQs നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് റിസർച്ച് മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ സ്റ്റഡിയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് വിതൗട്ട് മാനിപ്പുലേറ്റിംഗ് ദം. വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് വായിച്ച് നോക്കുക. ആൻസർ ഏതായിരിക്കും? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ് അല്ലേ? ഓക്കെ. NMEICTയുടെ ഫുൾ ഫോം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഫുൾ ഫോമൊക്കെ ചോദിക്കും കേട്ടോ എക്സാമിന്, സെറ്റ് എക്സാമിന് പ്രത്യേകിച്ച് ചോദിക്കും. നല്ലപോലെ വായിച്ച് നോക്കാം, കൺഫ്യൂഷൻ ആവരുത്. NM എന്ന് പറയുമ്പോൾ ആൻസർ ഏതാ വരിക? നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT. ലാസ്റ്റ് ICT ആണ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് ടൈപ്പ് 1 എറർ ഇൻ റിസർച്ച്. ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ റിജക്റ്റിംഗ് എ ട്രൂ നൾ ഹൈപ്പോത്തസിസ് ആണ്. ഓക്കെ. ബ്ലൂ കാർബൺ റെഫേഴ്സ് ടു കാർബൺ ക്യാപ്ചേർഡ് ബൈ. ബ്ലൂ കാർബൺ എന്ന് പറയുന്നത് ഏതാ? ആൻസർ ഓഷ്യൻ ആൻഡ് കോസ്റ്റൽ എക്കോസിസ്റ്റംസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ബോഡി റീപ്ലേസ്ഡ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻ 2015? 2015 പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ മാറി വേറെ ഒരു പേര് വന്നത് ഏതാണ്? ഏത് ബോഡിയായി മാറിയത്? നീതി ആയോഗാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ എഫക്റ്റീവ് ഡൊമൈൻ ഒബ്ജക്റ്റീവ് ഇൻ ടീച്ചിങ്? എഫക്റ്റീവ് ഡൊമൈൻ ഒബ്ജക്റ്റീവ് ഏതാണ് എക്സാമ്പിൾ? ആൻസർ വാല്യൂയിങ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആണ് അല്ലേ? അടുത്ത ചോദ്യം, സ്റ്റാൻഡേർഡ് എറർ ഈസ് എ മെഷർ ഓഫ് ഏതാ? precision of the sample mean ആണ്. Which protocol aims to protect the ozone layer by phasing out substances like CFCs? മോൺട്രിയൽ പ്രോട്ടോക്കോൾ ആണ്. ഓക്കെ. HTTP സ്റ്റാൻഡ്സ് ഫോർ. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ HTTP എന്ന് പറയുന്നത് ഏതാ? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. CBCS ഇൻ ഹയർ എഡ്യൂക്കേഷൻ എയിംസ് അറ്റ്. ഹയർ എഡ്യൂക്കേഷനിൽ CBCS എന്താണ് ലക്ഷ്യമിടുന്നത്? ഇൻ്റർഡിസിപ്ലിനറി ലേണിംഗ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ ക്ലാസ് റൂം ഇസ് പ്രൈമർലി റെസ്പോൺസിബിലിറ്റി ഓഫ്. ആൻസർ ഏതാണ്? ടീച്ചറാണ്. റിസർച്ചർ യൂസസ് എൻ എക്സിസ്റ്റിംഗ് ഡാറ്റാബേസ് ഇൻ ദ പാറ്റേൺസ് ഇൻ എ ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എൻ എക്സാമ്പിൾ ഓഫ്. ആൻസർ സെക്കൻഡറി ഡാറ്റ അനാലിസിസ് ആണ്. ഈ ചോദ്യം സ്കിപ്പ് ചെയ്യാം. ആസിഡ് റെയിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് ഏതാ? സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ് ആണ്. ഇനി അപെക്സ് ബോഡി ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻസർ AICTE ആണ്. ഇനി ബ്ലൂംസ് ടാക്സോണമിയിൽ ദ എബിലിറ്റി ടു ബ്രേക്ക് ഡൗൺ ഇൻഫോർമേഷൻ ഇൻ ടു ഇറ്റ്സ് കോമ്പണൻറ്റ് പാർട്സ് ഈസ് അനാലിസിസ്. ബ്ലൂംസ് ടാക്സോണമി ഇമ്പോർട്ടൻ്റ് ആട്ടോ. എ റിസർച്ച് പേപ്പർ ഇസ് എ ബ്രീഫ് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഡിജിറ്റൽ ഡിവൈഡ് റെഫേഴ്സ് ടു ദ ഗ്യാപ്പ് ബിറ്റ്വീൻ those with and without access to ICT. ഇത് നമുക്ക് നോക്കാം. 10+2+3 സ്ട്രക്ചർ ഓഫ് എഡ്യൂക്കേഷൻ വാസ് റെക്കമെൻഡഡ് ബൈ കോത്താരി കമ്മീഷനാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് അപ്രോച്ച് ഏതാണിതിൽ? ഇത് ചോദിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ എത്തനോഗ്രഫിയാണ്. BIOSൻ്റെ റോൾ എന്താണ് കമ്പ്യൂട്ടറിൽ എന്ന്?
ഇനീഷ്യലൈസിങ് ഹാർഡ്വെയർ ഡ്യൂറിങ് ബൂട്ടിംഗ് ആണ്. ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ മെയിൻ ഗോൾ എന്താണ്? ഇക്കോളജിയിൽ നിന്ന് കുറേ ആയി നമ്മൾ കാണുന്നു. റിഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ആണ്. ഇനി ക്രിയേറ്റീവ് സ്കിൽസ് ഇൻ സ്റ്റുഡൻസിൽ ഡെവലപ്പ് ചെയ്യുന്നൊരു ടീച്ചിങ് മെത്തേഡ് എന്താ? ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോജക്റ്റ് മെത്തേഡ് ആരുടെയാണെന്ന് കൂടി ഓർത്ത് വെക്കണം. പ്ലാജിയറിസം, അൺഎത്തിക്കൽ യൂസ് ഓഫ് അതേഴ്സ് വർക്കാണ്. ഇനി നോയ്സ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു കമ്മ്യൂണിക്കേഷനിൽ എനി ഇൻ്റർഫിയറൻസ് ഇൻ ദ മെസ്സേജ് ആണ്. വോളറ്റൈൽ മെമ്മറി ഇൻ ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇതിലേതാ? റാം ആണ് അല്ലേ? ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. സ്വയം പ്ലാറ്റ്ഫോം വാസ് ഡെവലപ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു പ്രൊവൈഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വയം കേട്ടോ. നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തതാണ്. മാസീവ് ഓപ്പൺ ലൈൻ കോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതിലേതാ? ഗോസിൻ ഡിസ്ട്രിബ്യൂഷനാണ്. യൂട്രോഫിക്കേഷൻ എക്സസീവ് ന്യൂട്രിയൻസ് ആണ്. ഓക്കെ, അടുത്തത് നാക്ക്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നാക്ക് എന്താണ് ചെയ്യുന്നത്? അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി ഒരു കുട്ടിയുടെ അടുത്ത് ടീച്ചർ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ഇൻകറക്റ്റായിട്ട് ഉത്തരം നൽകിയ ടീച്ചർ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ക്ലൂസ് ടു ഹെൽപ്പ് റീച്ച് ദ കറക്റ്റ് ആൻസർ അല്ലേ? ഇനി ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ഏതാണ് ഇതിൽ? ഒക്കെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ലെക്ചറിങ് മെത്തേഡാണ്. ഇനി ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്ന്? ടു ഐഡൻറ്റിഫൈ റിസർച്ച് ഗ്യാപ്സ്. ഇനി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടല്ലാത്ത ഒരു സോഷ്യൽ മീഡിയ ഏതാ? എഡ്യൂക്കേഷൻ പർപ്പസ് അല്ല ആ സോഷ്യൽ മീഡിയയ്ക്കുള്ളത്, അങ്ങനെയുള്ളത് ഏതാ? MS DOS. ഓക്കെ. റാംസർ കൺവെൻഷൻ എന്ന് പറയുന്നത് ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടതാ? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. വെറ്റ്ലാൻഡ് ആണ്. ഇത് സ്കിപ്പ് ചെയ്യാം നമുക്ക്. സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ ടൂൾ ഏതാണ് ഇതിൽ? ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ വട്ടം എങ്ങനെയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യണം. വീഡിയോ കോൺഫറൻസിങ്. ഓപ്പൺ യൂണിവേഴ്സിറ്റി സിസ്റ്റം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ്? ആൻസർ ഡോക്ടർ BR അംബേദ്കർ, ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇനി വാർക്ക് മോഡലിൽ വി സ്റ്റാൻഡ് ഫോർ വാർക്ക്, അതിൻ്റെ ഫുൾ ഫോമും ഒന്ന് പഠിച്ചു വെക്കണം. വി എന്ന് പറയുന്നത് എന്തായിരിക്കും? വിഷ്വലാണ്. വിഷ്വൽ, ഓറൽ, റീഡ് ഓർ റൈറ്റ്, കൈനസ്തെറ്റിക് ലേണിംഗ് ആണ്. ഓക്കെ. ഹൈപ്പോത്തസിസ്, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ്. ഇനി മെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. മീഥെയ്ൻ ആണ് അല്ലേ? ഇൻസ്റ്റിറ്റ്യൂഷൻ ഓട്ടോണമി ഇൻ ഹയർ എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു? ലാസ്റ്റ് ചോദ്യമാണ്. ഉത്തരം ഫ്രീഡം ഇൻ അക്കാഡമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. ഓക്കെ.